നോമ്പുകാലം ആമുഖം പേത്തർത്ത. 50 നോമ്പിന് മുമ്പുള്ള മാർത്തോമാ നസ്രാണികളുടെ അവസാന ആഘോഷമാണ് പേത്തർത്ത പെരുന്നാൾ. വലിയ നോമ്പ് ആരംഭിക്കുന്ന വിഭൂതി തിങ്കളിന് തലേന്നാളാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത്. ആഗതമാകുന്ന വലിയ നോമ്പിന് മുമ്പ് ആഘോഷങ്ങളെല്ലാം അവസാനിപ്പിക്കുന്ന ദിനമാണെന്ന്. അവസാനിച്ചു, മുഴുവനായി എന്നെല്ലാം അർത്ഥം ദ്യോതിപ്പിക്കുന്ന പത്തർ എന്ന സുറിയാനി പദത്തിൽ നിന്ന് ഉത്ഭവിച്ച പാത്തോറോത്ത എന്ന വാക്കിൽ നിന്നാണ് പേത്തർത്ത എന്ന വാക്കിൻ്റെ ഉത്ഭവം. പാത്തോറോത്ത എന്ന വാക്കിൻ്റെ അർത്ഥമാകട്ടെ അവസാനിക്കൽ എന്നാണ്. പത്തീറുത്ത, പെത്രാത്ത, പെത്തൂർത്ത എന്നിങ്ങനെയെല്ലാം മുൻകാലങ്ങളിൽ ഈ ദിനം നസ്രാണി ജീവിതത്തിൽ പറയപ്പെട്ടും അറിയപ്പെട്ടും പോന്നു. മത്സ്യമാംസാദികളോട് വിടപറച്ചിൽ, ആഘോഷങ്ങളുടെ അവസാനം എന്നിങ്ങനെയുള്ള നോമ്പിൻ്റെ മാനങ്ങളെ ഉൾക്കൊള്ളുന്ന പേരുകളാണിവ. അഥവാ നോമ്പാരംഭത്തിൻ്റെ സ്വഭാവത്തിന് അനുഗുണമായ നാമം ഈ ദിവസത്തിന് കൈവന്നു എന്ന് വേണം ചിന്തിക്കാനായിട്ട്. സർവോപരി പഴയ ജീവിതക്രമം അവസാനിച്ചു, പുതിയത് ആരംഭിക്കുകയെ എന്ന ഓർമ്മപ്പെടുത്തലിൻ്റെ ദിനമാണിത്. രുചി കുറഞ്ഞ ഭക്ഷണം എന്ന അർത്ഥമുള്ള സുറിയാനി വാക്കായ പെഫോർത്ത മലയാളീകരിച്ചതാവാം പേത്തർത്ത എന്ന് കരുതുന്നവരുമുണ്ട്. കാരണം പൗരസ്ത്യ രീതി അനുസരിച്ച് നോമ്പാരംഭിക്കുന്ന ഞായറാഴ്ച വൈകിട്ട് രുചി കുറഞ്ഞ ആഹാരം കഴിച്ചുകൊണ്ട് ആചാരപൂർവ്വം നോമ്പാചരണം തുടങ്ങുന്ന രീതി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. സുറിയാനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പേത്തർത്ത വിഭവസമൃദ്ധമായ ഭക്ഷണത്തിൻ്റെ ആഘോഷമാണ്. ഭവനത്തിൽ എല്ലാവരും ഒന്നുചേർന്ന് മത്സ്യമാംസാദികൾ ഉൾപ്പെടെയുള്ള സ്വാദിഷ്ടമായ വിരുന്നുണ്ട് സുഭിക്ഷമായ ഭക്ഷണരീതി അവസാനിപ്പിക്കുന്നു. തുടർന്ന് സന്ധ്യാപ്രാർത്ഥനയോടെ തപസ്സിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും നോമ്പുദിനങ്ങൾ ആരംഭിക്കുന്നു. പാറേമാക്കൽ ഗോവർണദോരുടെ വർത്തമാന പുസ്തകത്തിൽ ഇതേപ്പറ്റി സൂചനയുണ്ട്. റമ്മായിൽ മേൽപ്പട്ടക്കാരുടെ തക്സായിൽ എഴുതപ്പെട്ട ക്രമത്തിന് തക്കവണ്ണം മിശിഹ പിറന്നിട്ട് 1783 കാലം കുംഭമാസം 17 തീയതി 70 ഞായറാഴ്ച എന്ന് ചൊല്ലപ്പെടുന്ന നോയമ്പിൻ്റെ പെത്രാത്ത ഞായറാഴ്ചയുടെ തലേ ഞായറാഴ്ച നാൾ എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. പത്തർ എന്ന വാക്കിന് പലതരം ഭക്ഷണ സാധനങ്ങൾ എന്നൊക്കെ അർത്ഥം നൽകുന്ന നിഘണ്ടുക്കളുണ്ട്. പലതരം വിഭവങ്ങൾ കഴിക്കുന്ന ദിനമെന്ന് അപ്പോഴും ഈ പേരിനെ നോമ്പാരംഭവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാവുന്നതാണല്ലോ. മറ്റൊരു രസകരമായ വസ്തുത, മുസ്ലിം സഹോദരങ്ങൾ റംസാൻ നോമ്പാരംഭത്തിൽ കഴിക്കുന്ന ഭക്ഷണം കേരളത്തിലെങ്ങും പ്രസിദ്ധമായ പത്തിരിയാണല്ലോ. സെമറ്റിക് പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരായ അവരും സമാനമായ അർത്ഥത്തിൽ പത്തർ എന്ന പദം സ്വന്തമാക്കി എന്ന് വേണം കരുതാൻ. ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിലുള്ള സമാനമായ ആചാരം കാർണിവൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാർണം, ലെവാര എന്നീ വാക്കുകളിൽ നിന്നുത്ഭവിച്ച കാർണിവൽ എന്ന പദത്തിന് മാംസത്തോട് വിടപറയൽ എന്നർത്ഥം. കാർണിവൽ ദിനങ്ങളിലെ ആഘോഷങ്ങൾക്ക് ശേഷം നോമ്പിൻ്റെ ചൈതന്യത്തിലേക്ക് വിശ്വാസികൾ പ്രവേശിക്കുന്നു. ലത്തീൻ സഭയിൽ നോമ്പാരംഭിക്കുന്ന വിഭൂതി ബുധനാഴ്ചയ്ക്ക് മുമ്പുള്ള തിങ്കൾ, ചൊവ്വ ദിനങ്ങളിലാണ് കാർണിവൽ ആചരണം. ഇതോടനുബന്ധിച്ച് വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് പുറമെ കലാകായിക വിനോദങ്ങളും സംഘടിപ്പിച്ച് ഒരു സാമൂഹിക സംഭവമാക്കി നോമ്പാരംഭത്തെ മാറ്റുന്ന ശൈലി പാശ്ചാത്യ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നേരത്തെ ഉണ്ടായിരുന്നു. ക്രമേണ ജനുവരി 6 പ്രത്യക്ഷീകരണ തിരുനാൾ തുടങ്ങി വിഭൂതി ബുധനാഴ്ചയുടെ തലേനാൾ വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷമായി ചിലയിടങ്ങളിലെങ്കിലും ഇത് വളർന്നു. പിന്നീട് നൃത്തം, സംഗീതം എന്നിവയോടൊത്ത് സംഘടിപ്പിക്കുന്ന ഏതാഘോഷത്തിനും കാർണിവൽ എന്ന പേര് ലഭിച്ചു തുടങ്ങി. ഏതൊരു തിരുനാളിനോടനുബന്ധിച്ചും നോമ്പാചരണം നിഷ്ഠാപൂർവം ആചരിച്ചിരുന്ന നസ്രാണികൾ വലിയ നോമ്പ് ആരംഭിച്ചിരുന്നത് വലിയ സന്തോഷത്തോടെ ആത്മീയ മഹോത്സവത്തിൻ്റെ പ്രതീതിയിലാണ് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് പേത്തർത്ത പെരുന്നാൾ. സാമൂഹിക ബന്ധങ്ങൾ ഊട്ടുമേശ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രമപ്പെടുത്തി ശേഷം നോമ്പിൻ്റെ പുണ്യദിനങ്ങളിലേക്ക് പ്രവേശിക്കുക എന്നൊരു ചൈതന്യം കൂടി ഈ തിരുനാളിനുണ്ട്. 40 നാൾ ഉപവസിച്ച കർത്താവിനെപ്പറ്റി മാത്രമല്ല, അവിടുന്ന് പങ്കെടുത്ത 40 വിരുന്നുകളെപ്പറ്റിയും സുവിശേഷങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഉപവാസത്തോടൊപ്പം അവിടുന്ന് വിരുന്നുമേശകളെയും പവിത്രമാക്കിയെന്ന് പേത്തർത്ത നമ്മെ പഠിപ്പിക്കുന്നു.